തന്നെ ശരണ്യയും അപ്സരയും തമ്മിൽ ഉടക്കാണ്. അവിടെ അപ്സര ഇരുന്ന് കരയുന്നുണ്ട്. ശരണ്യ ഭയങ്കര ദേഷ്യത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സംഭവം മറ്റൊന്നുമല്ല, ഹോട്ടൽ ടാസ്കിന്റെ ഇടയിൽ അവർക്ക് ഹോട്ടൽ മാനേജ്മെന്റ് നടത്തുന്ന ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് അവിടെ ശരണ്യക്ക് സംസാരിക്കാൻ അപ്സര സമയം കൊടുത്തില്ല എന്നുള്ളതാണ് ശരണ്യരുടെ പ്രശ്നം. അവർ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും അവിടെ ശരണ്യ സംസാരിക്കാനായിട്ട് തുടങ്ങിയ സമയത്ത് ശരണ്യരെ കൈ പിടിച്ചുകൊണ്ട് നിർത്തിക്കൊണ്ട് അവിടെ അപ്സര കയറി സംസാരിച്ചു എന്നുള്ളതാണ് ശരണ്യയുടെ കാര്യം. ശരണി പറയുന്നുണ്ട്, എനിക്ക് അവിടെ ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ അതിനുള്ള അവസരം എനിക്ക് തന്നില്ല എന്നുള്ളതാണ് ശരണ്യയുടെ പരാതി. അതിനുശേഷം ഇന്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങിയതിനു ശേഷം അത് ശരണ്യ അപ്സരയുടെ അടുത്ത് പറഞ്ഞപ്പോൾ അപ്സര തിരിച്ച് ശരണ്യയുടെ അടുത്ത് പറഞ്ഞത് നിനക്ക് ഈഗോ ആണെന്നാണ് അപ്സര പറഞ്ഞ മറുപടി. ഇത് കേട്ട് ശരണ്യക്ക് ഭയങ്കര കലിപ്പിളകി. അതുകൊണ്ട് തന്നെ അവരുടെ ടീം മെമ്പർ ആയിട്ടുള്ള നന്ദന വന്നു നിന്നുകൊണ്ട് അവരുടെ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട്, ഇനി ഗ്രൂപ്പായിട്ട് ചെയ്യേണ്ട ഒരു ടാസ്ക് ആയതുകൊണ്ട് തന്നെ അവരുടെ പ്രശ്നം സോൾവ് ചെയ്ത് ടാസ്ക് നന്നായി ചെയ്യാനായിട്ട് അവിടെ മീറ്റിംഗ് പോലെ വിളിച്ചു കൂട്ടുന്നുണ്ട് അവരുടെ. ആ സമയത്ത് അവിടെ ശരണ്യ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇവൾ ഈഗോ എന്ന് പറഞ്ഞത്? എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്റെ അടുത്ത് ഈഗോ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ സഹിക്കും എന്നുള്ളതാണ് ശരണ്യ അവിടെ ചോദിച്ചത്. അപ്പൊ എടുത്ത വഴിക്ക് അപ്സര എന്ന് പറഞ്ഞത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊന്നും പറയേണ്ട ആവശ്യകതയില്ല എന്നാണ് അപ്സര പറഞ്ഞത്. അപ്പൊ നീ എന്നെ ഫ്രണ്ടായിട്ട് പോലും കാണുന്നില്ല എന്നല്ലേ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞുകൊണ്ട് ശരണ്യക്കും ദേഷ്യമെന്ന് ശരണ്യ വല്ലാണ്ട് ചൂടാവുന്നുണ്ടായിരുന്നു. ഈഗോ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ പറയാനുണ്ടായിരുന്നു, എന്നെ പറയാനായിട്ട് സമ്മതിക്കാതെ പിന്നീട് ഞാനത് ചോദിച്ചപ്പോൾ നിനക്ക് ഈഗോ ആണെന്ന് പറഞ്ഞിരിക്കുന്നു, ഇതെങ്ങനെയാണ് ശരിയാവുന്നത് എന്നുള്ളതാണ് ശരണ്യയുടെ ചോദ്യം. പക്ഷെ അപ്സര പറയുന്നത് നമ്മൾ അവിടെ നന്നായിട്ട് സംസാരിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഇത് കിട്ടുമായിരുന്നുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് കിട്ടില്ലായിരുന്നു. അവിടെ റോബോട്ടിനെ കുറിച്ച് ചോദിച്ചപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു റോബോട്ട് ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പെട്ടെന്ന് കയറി കൈ പിടിച്ചത്, അതുകൊണ്ടാണ് നമുക്ക് റോബോട്ടായിട്ട് കിട്ടിയത്. അവിടെ സായിക്കാണ് റോബോട്ടായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പിടിച്ചത്, അല്ലാതെ എനിക്ക് സ്വന്തമായിട്ട് അവിടുന്ന് ഒരു പോയിന്റും ഒന്നും കിട്ടിയിട്ടില്ല, നമ്മുടെ ടീമിന് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിച്ചത് എന്നാണ് അപ്സരയുടെ വാദം. എന്തായാലും ശരണ്യയും അപ്സരയും തമ്മിൽ നല്ല ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആയിരുന്നു. പക്ഷെ അവർ തമ്മിൽ കുറച്ച് നാളായിട്ട് പൊട്ടിത്തെറികളാണ്. ആ പൊട്ടിത്തെറികൾ കൂടുതലാവാൻ വേണ്ടിയിട്ടാണ് അവർ രണ്ടുപേരെയും ഒരു ടീമിലേക്ക് ഇട്ടതെന്നാണ് ശരണ്യയുടെ വാദം. എന്തായാലും പവർ ടീമിന് സന്തോഷമായി കാണും, അതായത് ക്യാപ്റ്റന് സന്തോഷമായി കാണും. ഇവർ രണ്ടുപേരും പൊട്ടിത്തെറിക്കുന്നത് കണ്ടിട്ട് ഇതിനു വേണ്ടിയിട്ടാണ് അവരാക്കിയത്, നിനക്ക് സന്തോഷമായില്ലേ എന്നാണ് ശരണ്യ അപ്സരയുടെ അടുത്ത് ചോദിക്കുന്നത്. രണ്ടുപേരും ഇതുവരെ കോംപ്രമൈസ് ആയിട്ടുമില്ല.